ഏത് വികാര വിചാരത്തിലൂടെ വേണമെങ്കിലും ഭഗവാനെ ആരാധിക്കാം. ഇന്ന രീതിയിൽ മാത്രമേ ഭഗവത് ആരാധന പാടുള്ളൂ എന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളെ വ്യാസഭഗവാൻ ഇവിടെ പൊളിച്ചടുക്കുകയാണ്. ഭഗവാനെ ആരാധിക്കാൻ ഇന്നതുപോലെയൊക്കെ വേണം എന്ന് ഇല്ല. ഏത് വികാര വിചാരം കൊണ്ടും ഭഗവാനെ ആരാധിക്കാം. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദ്വേഷഭാവം എപ്പോഴും എന്നിൽ ഇവർക്കുണ്ടായിരിക്കും. ഈ ദ്വേഷഭാവത്തിന് പ്രേമഭാവം പോലെ തന്നെ ഒരു സവിശേഷതയുണ്ട്. പ്രേമിക്കുമ്പം ഏതുപോലെയാണോ കാമുകിയുടെയോ കാമുകൻ്റെയോ ചിന്ത സദാസമയമുണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ദ്വേഷിക്കുമ്പോഴും ഉണ്ടാകുന്നത്. നമുക്ക് ആരോടാണോ ദേഷ്യവും വെറുപ്പുമുള്ളത് അവരെക്കുറിച്ചും നമ്മൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പം ദ്വേഷവും രാഗവും, രാഗദ്വേഷങ്ങൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. അതിനു വേണ്ടുന്ന ദ്വേഷഭാവം എപ്പോഴും എന്നിൽ ഇവർക്കുണ്ടായിരിക്കും. എപ്പോഴും എന്നെ ശത്രുവായി കണ്ട് എന്നെ വധിക്കാൻ പറ്റിയ വഴി തേടിക്കൊണ്ട് ജീവിക്കുന്ന ഇവർക്ക് എന്നിൽ വിദ്വേഷഭക്തി സുദൃഢമായി വരും. ഏതു വഴിയായാലും ശരി, എന്നെ നിരന്തരം സ്മരിക്കുന്ന ഒരാൾക്ക് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ എന്നാണ് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. ചിന്തയന്തോമാം എന്നാണ്, പ്രേമം എന്ന് പറഞ്ഞിട്ടില്ല. അനന്യാ പ്രേമയന്തോമാം എന്ന് പറഞ്ഞിട്ടില്ല. അനന്യാ ചിന്തയന്തോമാം. ഏത് രീതിയിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചാലും വളരെ പ്രധാനപ്പെട്ടതും വളരെ ആശ്വാസദായകവുമായ ഒരു കാര്യമാണ്. അപ്പോൾ ഭഗവാനെ നമുക്ക് സ്നേഹിക്കാം, പ്രേമിക്കാം. ഭഗവാനോട് നമുക്ക് പരിഭവിക്കാം, കലഹിക്കാം. നമ്മുടെ ദേഷ്യം രേഖപ്പെടുത്താം. ഭഗവാനോട് അസൂയപ്പെടാം. നമുക്ക് ഏത് വിചാരവികാരവും ഭഗവാനോട് തിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ വിചാരവികാരങ്ങളുള്ള പലരും ഉണ്ടാകും ഈ ലോകത്ത്. നമുക്ക് പ്രേമം തോന്നുന്നവരുണ്ടാകും, സ്നേഹം തോന്നുന്നവരുണ്ടാകും, വെറുപ്പ് അറപ്പ് തോന്നുന്നവരുണ്ടാകും, വിദ്വേഷം തോന്നുന്നവരുണ്ടാകും, അസൂയ തോന്നുന്നവരുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള വികാര വിചാരങ്ങൾ നമുക്ക് നമ്മുടെ ലോകത്തുള്ള പലരോടും ഉണ്ടാകും. അവരെല്ലാം നേരത്തെ ഭഗവാൻ പറഞ്ഞത് പ്രകാരം ആരാ? ഭഗവാനാണ്. അപ്പം നമുക്ക് ഒരാളോട് വല്ലാത്ത ശത്രുതയാണ് എന്ന് വിചാരിക്കാം. ഭയങ്കര ദേഷ്യം. നമുക്ക് ആ ആളുടെ പേര് കേട്ടാൽ അയാളാണെന്ന് ധരിച്ച് നമ്മൾ ദേഷ്യപ്പെടും. അങ്ങനെ ഒരാൾ, അങ്ങനെ നമുക്കുണ്ടാവും, പലരും ഉണ്ടാവും. ദേഷ്യം ഉണ്ടാവും, സ്നേഹം, പ്രേമം, ഏത് വിചാര വികാരമാണോ കൂടുതൽ നമുക്ക് ഒരാളോട് തോന്നുന്നത് ആ ആളെ എടുക്കുക. എക്സ് ഓർ വൈ ആരായാലും കുഴപ്പമില്ല. അങ്ങനെ ആ ആളെക്കുറിച്ച് ഓർക്കുമ്പം നമ്മളിലൊരു വികാര തള്ളിച്ച, നല്ലതായാലും ചീത്തയായാലും ഉണ്ടാകണം. എന്നിട്ട് ഇത്രയും നമ്മൾ കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അയാൾ ആരാണ് എന്ന് ചിന്തിക്കണം. അയാൾ ആയി വേഷം മാറി വന്നിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ഈ പറയുന്ന വ്യക്തി ഒരല്പകാലത്തേക്ക് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതിൽ നമുക്ക് അയാളോട് ദേഷ്യം തോന്നിയിട്ടുള്ളത് ഒരു ചെറിയ കാലഘട്ടത്തിലാണ്. അതിന് മുമ്പും അതിന് ശേഷവും അയാൾ ഉണ്ടാകാം. അയാൾ ആരാണ്? അയാൾ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന അതേ ആൾ തന്നെയാണോ ഇപ്പം? അങ്ങനെ പലതരത്തിലുള്ള വിചാരങ്ങൾ ചെയ്യുക. ഭഗവത് വചനമനുസരിച്ചും നമുക്ക് മുമ്പേ പോയവർ പലതും അനുഭവിച്ചു പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിലും ആ വ്യക്തി ഈശ്വരൻ അല്ലാതെ വേറെ ആരുമായിരിക്കാൻ വഴിയില്ല. നമ്മുടെ ഇഷ്ടദേവതയെ, ദേവനാകട്ടെ ദേവിയാകട്ടെ, അയാളുടെ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുക. നമുക്ക് വളരെയധികം ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് ചിന്തിക്കുമ്പം. ആ ദേഷ്യത്തിൻ്റെ ആധിക്യത്തോടു കൂടി അയാളെ എളുപ്പമല്ലാട്ടോ ഇതൊന്നും. എളുപ്പമല്ല ഈശ്വര സാക്ഷാത്കാരം. എന്നാൽ അതാണ് ഏറ്റവും എളുപ്പമുള്ളത്. മുൻവിധികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത് മതി ഈശ്വരോന്മുഖമായി വലിയ പുരോഗതി ഉണ്ടാകാൻ. അപ്പോൾ ആ ദേഷ്യത്തിൻ്റെ ആധിക്യം വെച്ചുകൊണ്ട് ആ ആളെ എക്സ് ഓർ വൈ, ആ ആളെ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി സങ്കല്പിക്കുകയല്ല. അവിടെ ഈശ്വരൻ തന്നെ ആ ആളുടെ വടിവിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ മുമ്പിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദേഷ്യത്തെ പ്രകടിപ്പിക്കുക. ഈശ്വരനാണ്. ആ എല്ലാ നാമങ്ങളും ഈശ്വരനാമങ്ങളാണ്. യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതി എന്നാണ് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞത്. ഇപ്പം എല്ലാം ഭഗവത് നാമങ്ങളാണ്.
നമ്മുടെ ദേഷ്യം മുഴുവൻ നമുക്ക് വിരോധമുള്ള ആളുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈശ്വരനോട് പ്രകടിപ്പിക്കുക. അങ്ങനെ ഏത് വിചാരവികാരവും നമുക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. അങ്ങനെ പ്രകടിപ്പിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ വിചാരവികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും, ബലാത്കാരേണയല്ല, താനെ കൊഴിഞ്ഞു പോവുകയും നമ്മുടെ മനസ്സ് ശാന്തവും നിർമ്മലവും ആവുകയും ചെയ്യും. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അതിന് വേണ്ടുന്ന ദ്വേഷഭാവം എപ്പോഴും എന്നിൽ ഇവർക്കുണ്ടായിരിക്കും. എപ്പോഴും എന്നെ ശത്രുവായിക്കൊണ്ട് എന്നെ വധിക്കാൻ പറ്റിയ വഴി തേടിക്കൊണ്ട് ജീവിക്കുന്ന ഇവർക്ക് എന്നിൽ വിദ്വേഷഭക്തി സുദൃഢമായി വരും. അവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഈശ്വരൻ പറഞ്ഞില്ല എന്നെ ശത്രുവായിട്ട് കണ്ട് എന്നെ വധിക്കാനുള്ള വഴി തേടുന്ന ഇവർ നരകത്തിൻ്റെ പടുകുഴികളിൽ പോയി പെടും എന്ന് പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞത് അവർ കാലതാമസമെന്നിയേ അവർ എന്നെ പ്രാപിക്കും എന്നാണ്. കാലതാമസമെന്നിയേ, വലിയ താമസമൊന്നും കൂടാതെ അവരെന്നെ പ്രാപിക്കും. നമ്മുടെ ഏത് വിചാരവികാരവും ആകട്ടെ, ഇതിന് വേണ്ടത് നമ്മൾ ഭാഗികമായിട്ട് മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഈശ്വരാരാധന എന്ന സങ്കല്പത്തെ പൊളിക്കണം. എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു വിപ്ലവകാരിക്ക് മാത്രമേ ഈശ്വര സാക്ഷാത്കാരം എളുപ്പം ലഭിക്കുകയുള്ളൂ. ഇതൊരു വിപ്ലവമാണ്, ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്ന ഒരു വിപ്ലവമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരോന്മുഖമായിട്ടുള്ള പ്രയാണത്തിൽ വേഗത കൂടാൻ പകർത്താവുന്നതാണ്. അപ്പം നമുക്ക് ഈ വിചാരവികാരങ്ങളൊക്കെ നമ്മുടെ ഒരു ദിവസത്തിൽ ഇതിലെ പല വിചാരവികാരങ്ങളും നമ്മുടെ മനസ്സിലൂടെ വികാരം ഉണ്ടാകും, അതിനോടൊപ്പം വിചാരം ഉണ്ടാകും. വികാരങ്ങൾ കടന്നു പോകും. ആ ഏത് വികാരമാണോ നമ്മളിൽ ഉണരുന്നത്, ആ വികാരം നമ്മളിൽ ഉണർത്തുന്ന ആൾ, വസ്തു, വ്യക്തി, ജീവജാലം എന്തായാലും അത് ഈശ്വരനാണ് എന്ന സങ്കല്പത്തോടു കൂടി നമ്മൾ ധ്യാനിക്കുക. ക്രമേണ നമ്മുടെ മനസ്സ് വളരെ ശാന്തവും നിർമ്മലവുമാകും. ഇതിന് നമ്മുടെ മനസ്സിൽ മുൻനിശ്ചയിച്ചിട്ടുള്ള പരിധികളെ നമുക്ക് ലംഘിക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കിടന്നിടത്ത് തന്നെ നിന്ന് തിരിയാം, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. പുതിയ തീരങ്ങൾ തേടുമ്പോൾ മാത്രമേ യാത്ര മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. അല്ലെങ്കിൽ വട്ടം ചുറ്റിക്കൊണ്ടേ ഇരിക്കും.